തിരുവചനം, ജീവൻ നൽകിയ വചനം, ജീവന്റെ വചനം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, ജീവന്റെ വചനം എന്ന ഓൺലൈൻ ശുശ്രൂഷയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥനയിലായിരിക്കാം. ദൈവവചനത്തിൻ്റെ കീഴിൽ നമ്മൾ ഇരിക്കുമ്പോൾ, വചനം കേൾക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ, നമ്മൾ യാത്രയിലോ അല്ലെങ്കിൽ വീട്ടിലോ എവിടെയാണെങ്കിലും ഇതാ നിൻ്റെ കൂടെ ദൈവവചനം ഇതാ ഇറങ്ങി വരുന്ന സമയം. നമുക്ക് അതിനു വേണ്ടി ഒരുങ്ങുന്ന ഈ സമയത്ത് നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം, ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പത്രോസിനോട് യേശു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. പത്രോസേ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അതിന് പകരമായി പത്രോസ് മറുപടി പറയുന്നുണ്ട്, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ. എന്നാൽ വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ അവസാനം പത്രോസ് പറഞ്ഞു നിർത്തുന്നത്, കർത്താവേ, നിനക്കെല്ലാം അറിയാം, അങ്ങെല്ലാം അറിയുന്നുണ്ടല്ലോ. ഇന്നും ക്രിസ്തു നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഓരോരുത്തരോടും വ്യക്തിപരമായി ക്രിസ്തു ചോദിക്കുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നമുക്കും പ്രാർത്ഥിക്കാം, നമുക്കും പറയാം, യേശുവേ, മറ്റെന്തിനേക്കാളും എനിക്ക് ഇഷ്ടമാണ് നിന്നെ. പാട്ടിനോട് ചേർന്ന് നമ്മെ സ്നേഹിക്കുന്ന, മറ്റാരേക്കാളും നമ്മെ മനസ്സിലാക്കുന്ന നമ്മുടെ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്, എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. ആരാധന 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 ആരാധന. വലിയതാണെനിക്ക്.
ആരാധന 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 ആരാധന. അങ്ങെപ്പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. അങ്ങെപ്പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. സ്നേഹമേ ജീവനേ അങ്ങേമാൽ ചാരുന്നു ഞാൻ. സ്നേഹമേ ജീവനേ അങ്ങേമാൽ ചാരുന്നു ഞാൻ. ആരാധന 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 ആരാധന. ഓ യേശുവേ യേശുവേ ആരാധ്യനേ യേശുവേ ആരാധ്യനേ. ഇരുകരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് ഒരിക്കൽ കൂടി കർത്താവിനെ ആരാധിക്കാം. മാലാഖമാരോട് ചേർന്ന്, തിരുസഭയോട് ചേർന്ന്, സകല വിശുദ്ധരോട് ചേർന്ന് നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ ആമേൻ. ദൈവമേ, നിന്റെ വേദപ്രമാണങ്ങൾ അടങ്ങിയിരിക്കുന്ന അത്ഭുതമേറിയ കാര്യങ്ങളെ കാണുവാൻ അടിയങ്ങളുടെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമേൻ. ബാറക്കുമോ യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, നാവുകൊണ്ട് കരള പറയാതെയും തൻ്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ, വഷളനെ നിന്ദനായി എണ്ണുകയും യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ, തൻ്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ, ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറക്കുമോർ. ബാറക്കുമോർ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ.
സെൻറ് ജോൺസ് ധ്യാന കേന്ദ്രം കോതമംഗലത്ത് നടത്തപ്പെടുന്നതായ ഓൺലൈൻ വചന ശുശ്രൂഷയുടെ ഭാഗമായി നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുവാൻ തക്കവണ്ണം സാധിച്ചതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ദൈവവചനം കേൾക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യമായി നാം കാണുന്നു. ദൈവവചനം മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നു. ദൈവവചനം മനുഷ്യന് മുന്നോട്ട് ജീവിക്കുവാനുള്ള ശക്തി നൽകുന്നു, ബലം നൽകുന്നു. അനേകരെ തങ്ങളുടെ ജീവിത പ്രതിസന്ധിയിൽ, പ്രതികൂലങ്ങളിൽ, കഷ്ടതകളിൽ, ഞെരുക്കങ്ങളിൽ ദൈവവചന കേൾവി അവരെ അനുഗ്രഹമായി തീർന്നിട്ടുണ്ട്, അവർക്ക് നന്മയായി തീർന്നിട്ടുണ്ട്, അവരെ രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ ഈ വചന കേൾവി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസമുണ്ടാകും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു, ദൈവത്തിൽ ശരണപ്പെടുകയും ചെയ്യുന്നു. ജീവിതത്തിൽ വിവിധ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നവരാണ് ഞാൻ നിങ്ങളും. തിരഞ്ഞെടുപ്പ് ബുദ്ധിപൂർവമായിരിക്കണം, ശ്രദ്ധയോടെ ആയിരിക്കണം എന്ന് നമുക്കറിയാം. ഒരു നല്ല തിരഞ്ഞെടുപ്പ് നമ്മുടെ ജീവിതത്തിൽ എന്നും അനുഗ്രഹകരമായി തീരും. വിശുദ്ധ വേദപുസ്തകം നാം പരിശോധിക്കുമ്പോൾ ജീവിതത്തിൽ നല്ല അംശം തിരഞ്ഞെടുത്ത ഒരുപാട് വ്യക്തി ജീവിതങ്ങളെ നമുക്ക് കാണുവാനായി സാധിക്കും. വിശുദ്ധ യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ തിരുവചനം നാം വായിക്കുമ്പോൾ അവിടെ യോശുവ ഇപ്രകാരം പറയുന്നു: ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. തങ്ങളുടെ ജീവിതയാത്രയിൽ ഒരു നല്ല തീരുമാനമെടുക്കുന്ന യോശുവയെയാണ് നാം കാണുന്നത്. അവിടെ ആരെ തിരഞ്ഞെടുക്കണമെന്നുള്ള ഒരു ചോദ്യം കടന്നു വന്നപ്പോൾ സത്യദൈവമായ യഹോവയെ ആണോ, അതെയോ ജീവനില്ലാത്ത, ചൈതന്യമില്ലാത്ത, പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു ദൈവത്തെയാണോ നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ള ഒരു ചിന്ത കടന്നു വന്നപ്പോൾ യോശുവ പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഒരു നല്ല തിരഞ്ഞെടുപ്പായിരുന്നു അത്. തങ്ങളുടെ വഴിയാത്രയിൽ തങ്ങളെ അനുഗമിക്കുന്ന, തങ്ങളെ വഴി നടത്തുന്ന, തങ്ങളെ പരിപാലിക്കുന്ന, തങ്ങളെ രക്ഷിക്കുന്ന ഒരു ജീവനുള്ള ദൈവത്തെ യോശുവ തിരിച്ചറിഞ്ഞു. ഇന്ന് പ്രതിസന്ധിയുടെ നടുവിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. നമ്മുടെ പ്രയാണത്തിൽ അനവധിയായ പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ മനുഷ്യൻ പകച്ചു നിൽക്കുകയാണ്. എന്തിനെയാണ് തിരഞ്ഞെടുക്കേണ്ടത്? ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടത്? എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടത്? ഈ ചിന്തയിൽ പലരും ഭാരപ്പെടുമ്പോൾ, പ്രയാസപ്പെടുമ്പോൾ നല്ല തിരഞ്ഞെടുപ്പിനായിട്ടുള്ള ഒരു അവസരം സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകുകയാണ്. യോശുവയെ പോലെ പറയാൻ സാധിക്കണം, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. എന്തെന്നാൽ ഞങ്ങളെ കൈപിടിച്ചു നടത്തുന്ന, ഞങ്ങളെ വഴി നടത്തുന്ന, ഞങ്ങളെ പരിപാലിക്കുന്ന ഒരു ജീവനുള്ള ദൈവം ഞങ്ങൾക്കുണ്ടെന്നുള്ളതായ ഒരു വലിയ ബോധ്യം യോശുവയ്ക്കുണ്ടായി എങ്കിൽ, ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിരാശയിലാണോ, നിങ്ങൾ ദുഃഖത്തിലാണോ, നിങ്ങൾ തകർന്നവരാണോ, നിങ്ങൾ തളർച്ചയിലാണോ, നിങ്ങളുടെ വഴിമുട്ടി നിൽക്കുന്ന അനുഭവമാണോ, നിങ്ങൾ എന്തു ചെയ്യണമെന്ന് ആശങ്കപ്പെട്ടിരിക്കുകയാണോ? നമുക്കറിയാം ഇന്ന് ലോകത്ത് ആത്മഹത്യകൾ പെരുകുകയാണ്. എന്തുകൊണ്ടാണ് ആത്മഹത്യകൾ പെരുകുന്നത്? തങ്ങളെ സഹായിപ്പാൻ ആരുമില്ല എന്നുള്ളതായ ഒരു ചിന്ത ഭരിക്കുമ്പോഴാണ്. തങ്ങളെ കരുതുവാൻ ആരുമില്ല, സ്നേഹിക്കുവാൻ ആരുമില്ല, കൈപിടിച്ച് നടത്തുവാൻ ആരില്ല. ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളിൽ, കൂരിരുളിൻ്റെ താഴ്വരകളിൽ, ഞെരുക്കങ്ങളിൽ, കണ്ണുനീരിൻ്റെ താഴ്വരകളിൽ ഇനി എന്തെന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ ആശങ്കപ്പെടുമ്പോൾ യോശുവയോട് ചേർന്ന് നമുക്കും പറയാൻ സാധിക്കണം, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. അനേക ആളുകളുടെ ജീവിതം നമുക്ക് മുമ്പിൽ സാക്ഷ്യമായിട്ടുണ്ട്. തളർന്നുപോയ, സാമ്പത്തിക കെടുതിയിലകപ്പെട്ടു പോയ, ബിസിനസ് പരാജയപ്പെട്ടു പോയ, മുഴുവൻ പരാജയം ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന ഒത്തിരി പേർ ദൈവത്തിങ്കിലേക്ക് വന്നപ്പോൾ അവർ അനുഗ്രഹീതരായി തീർന്നു, ധന്യരായി തീർന്നു. അവരുടെ മുമ്പിൽ ഉയർന്നു വന്ന മതിലുകൾ സ്വർഗത്തിലെ ദൈവം തകർത്തു കളഞ്ഞ് സുഗമമായ പാതയിലൂടെ
അവരെ വഴി നടത്തിയത് കാണുവാൻ സാധിക്കും. നമുക്കറിയാം, ഇസ്രായേൽ ജനത്തിൻ്റെ പ്രയാണത്തിൽ എരിഹോ എന്ന വൻമതിൽ ഉയർന്നപ്പോൾ ആ എരിഹോ കോട്ടയ്ക്ക് ചുറ്റും 7 വട്ടം നടന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ ആ കോട്ട തകർന്ന് അവർ അതിനെ അതിജീവിച്ചെങ്കിൽ, ഇന്ന് ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ ഉയർന്നിരിക്കുന്ന വൻമതിലുകളുണ്ടോ? ആ വൻമതിലുകളെ തകർക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് നാം വിശ്വസിക്കണം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ആയതുകൊണ്ട് തന്നെ യോശുവയെ പോലെ ഒരു നല്ല തിരഞ്ഞെടുപ്പ് ജീവിതത്തിൽ സാധ്യമാകണം. അതിന് ഈ വചന ശുശ്രൂഷ ഉതകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകം നാം പരിശോധിക്കുമ്പോൾ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 42-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു: എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അതാരും അവളോട് അപഹരിക്കുകയില്ല. ആ ബഥാനിയിലെ മാർത്തയുടെയും മറിയയുടെയും അവരുടെ സഹോദരനായ ലാസറിൻ്റെയും ഭവനമാണ്. യേശു തമ്പുരാൻ ആ ഭവനത്തിൽ കടന്നു വന്നപ്പോൾ അവിടെ മാർത്തയും മറിയയുമുണ്ട്. മാർത്ത പലവിധ കാര്യങ്ങളെ ചൊല്ലി ഭാരപ്പെടുകയും ബന്ധപ്പെടുകയും ചെയ്യുമ്പോൾ മറിയ കർത്താവിൻ്റെ പാദപീഠത്തിലിരുന്ന് കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി തിരുവചനങ്ങളെ ശ്രവിച്ചു കൊണ്ടിരിക്കുമ്പോൾ മാർത്ത വന്ന് കർത്താവിനോട് മറിയയെ തന്നോടൊപ്പം അയക്കണം, തനിക്ക് ഈ ശുശ്രൂഷയിൽ മാർത്തയുടെ കൂടെ നിൽക്കുവാൻ മറിയയുടെ സാന്നിധ്യം ആവശ്യമെന്ന് പറയുമ്പോൾ യേശു തമ്പുരാൻ പറയുകയാണ് മാർത്തയോട്: മാർത്തേ, മാർത്തേ, നീ പലവിധ കാര്യങ്ങളെ ചൊല്ലി ബന്ധപ്പെടുകയാണ്, എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇന്ന് നാം ലോകത്ത് പരിശോധിച്ചാൽ മനുഷ്യനിങ്ങനെ നെട്ടോട്ടമോടുകയാണ്. സമ്പത്തിൻ്റെ പിന്നാലെ, സൗഭാഗ്യങ്ങളുടെ പിന്നാലെ, ലോക നേട്ടങ്ങളുടെ പിന്നാലെ, വസ്തുവകകളുടെ പിന്നാലെ, ആരോഗ്യത്തിൻ്റെ പിന്നാലെ, സൗന്ദര്യത്തിൻ്റെ പിന്നാലെ ഒക്കെ മനുഷ്യൻ നെട്ടോട്ടമോടുകയാണ്. സൗന്ദര്യം വർദ്ധിപ്പിക്കുവാൻ, സമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ, ആരോഗ്യം വർദ്ധിപ്പിക്കുവാൻ, അതുപോലെ തന്നെ വലിയ നേട്ടങ്ങൾ കൊയ്തെടുക്കുവാനായി രാപ്പകൽ അധ്വാനിക്കുന്ന മനുഷ്യരെയാണ് നാം എവിടെയും കാണുന്നത്. പള്ളിയിൽ പോകുവാനോ, ആരാധനയിൽ സംബന്ധിക്കുവാനോ, വിശുദ്ധ വേദപുസ്തകം വായിക്കുവാനോ, തിരുവചനത്തെ ധ്യാനിക്കുവാനോ, ആത്മീയ ഗീതങ്ങൾ പാടുവാനോ, കൗദാശിക നൽവരങ്ങൾ പ്രാപിക്കുവാനോ ഇന്ന് മനുഷ്യൻ ശ്രമിക്കുന്നില്ല. അവൻ ലോകത്തിൻ്റെ പിന്നാലെ ഓടുകയാണ്. പലവിധ കാര്യങ്ങളെ ചൊല്ലി അവൻ ബദ്ധശ്രദ്ധയായിരിക്കുമ്പോൾ ഓർക്കുക, അതൊന്നും നമുക്ക് ആശ്വാസവും സമാധാനവും നൽകുകയില്ല. പണവും പദവികളും ആരോഗ്യവും എല്ലാം മനുഷ്യന് ആശ്വാസമാണെന്ന് ചിന്തിക്കരുത്. അതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നതാണ്, നൈമിഷികങ്ങളാണ്. പ്രത്യേകിച്ച് ഈ കോവിഡിന് ശേഷമുള്ള ജീവിതം നാം പരിശോധിക്കുമ്പോൾ എത്രയോ യൗവനക്കാരാണ് അകാല ചരമം പ്രാപിക്കുന്നത്. എത്രയോ ആളുകളാണ് പെട്ടെന്ന് ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടുന്നത്. ലോകത്തിൻ്റെ പിന്നാലെ ഓടി തളർന്ന് അനവധി പേർ നിരാശയിലും ദുഃഖത്തിലുമായി ലോകം വിട്ട് കടന്നു പോകുമ്പോൾ നമുക്ക് ദൈവവചനം പറഞ്ഞു തരുന്നു, ഇങ്ങനെയാണ്: അല്പമേ വേണ്ടൂ, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്താണ് നല്ല അംശം? ദൈവമക്കളെ, യേശുവിൻ്റെ തൃപ്പാദത്തിലിരിക്കുക, യേശുവിൻ്റെ പാദപീഠത്തിലിരിക്കുക. എത്രയോ ഭാഗ്യകരമായ അനുഭവമാണത്. ലോകത്തിന് മുമ്പിലിരിക്കാതെ, ഭൗതിക സുഖങ്ങളുടെ മുന്നിലിരിക്കാതെ, ഭക്ഷണത്തിൻ്റെ മുമ്പിലിരിക്കാതെ, ഈ ലോക നേട്ടങ്ങളുടെ മുമ്പിലിരിക്കാതെ, ക്രിസ്തുവിൻ്റെ മുമ്പിൽ, യേശുവിൻ്റെ ആ തൃപ്പാദത്തിൽ നമുക്കിരിക്കുവാൻ സാധിക്കുന്നത് പോലെ ഭാഗ്യം മറ്റൊന്നില്ല. അത് ആശ്വാസകരമാണ്, അത് ആനന്ദകരമാണ്, അത് സന്തോഷകരമായ ഒന്നാണെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആരൊക്കെ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നിട്ടുണ്ടോ, ആരൊക്കെ യേശുവിനെ മുറുകെ പിടിച്ചിട്ടുണ്ടോ, ആരൊക്കെ യേശുവിനോട് ചേർന്ന് ജീവിക്കുവാൻ തയ്യാറായിട്ടുണ്ടോ, അവിടെയെല്ലാം ജീവിതാനുഭവം പറയുന്നത് സമ്പത്ത് നൽകാത്ത, വസ്തുവക നൽകാത്ത, ഈ ലോകത്തിൻ്റെ ഒന്നിനും നൽകാൻ കഴിയാത്ത ആശ്വാസവും ആനന്ദവും കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരുന്നത് മുഖാന്തരം ലഭിച്ചു എന്ന് പറയുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാം. ഏറ്റവും നല്ല തിരഞ്ഞെടുപ്പ് യോശുവയെ പോലെ തന്നെ മറിയമിൽ നാം കാണുകയാണ്.
മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. ദൈവമക്കളെ, ആധുനിക മനുഷ്യൻ ഇന്ന് അതേ ദുഃഖത്തിലും നിരാശയിലുമാണ്. സമ്പത്തില്ലാത്തതുകൊണ്ട്, ഉയർച്ചകളില്ലാത്തതുകൊണ്ട്, പരാജയങ്ങൾ നടുവിൽ നിരാശപ്പെട്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുന്നത് പോലെ ശ്രേഷ്ഠം മറ്റൊന്നില്ല എന്ന് നമുക്ക് ഓർക്കാം. അത് ആശ്വാസകരമാണ്. ദൈവത്തെ സ്തുതിക്കാം. ദൈവമക്കളെ, ആ മറിയയുടെ തിരഞ്ഞെടുപ്പ് എത്രയോ നമുക്ക് അനുകരണീയമായ മാതൃകയാണ്. കർത്താവിനെ തൻ്റെ ഭവനത്തിലേക്ക് സ്വീകരിച്ചാൽ, കർത്താവിന് നമ്മുടെ വീട്ടിൽ ഇടം കൊടുത്താൽ അവിടെ ആശ്വാസവും ആനന്ദവും സന്തോഷവും ഉണ്ട്. ഏതെല്ലാം വീട്ടിൽ യേശു കടന്നു ചെന്നിട്ടുണ്ട്, ആ വീടിനെ എല്ലാം സന്തോഷത്തിലേക്ക് നയിക്കുവാനായിട്ട് കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട് കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ വസ്തുതയാണ്. നമുക്കറിയാം, അവിധവയായ സ്ത്രീ തൻ്റെ കുഞ്ഞിൻ്റെ ശവമഞ്ചവുമായി പട്ടണത്തിന് പുറത്തേക്ക് പോകുമ്പോൾ യേശു അവളെ കണ്ടു. യേശു അവളുടെ കരച്ചിൽ കണ്ട് അവളെ ആശ്വസിപ്പിച്ച്, സ്ത്രീയെ, ഇനി നീ കരയണ്ട എന്ന് പറഞ്ഞു. അവൻ മഞ്ചം തൊട്ടു. ബാല്യക്കാര, എഴുന്നേൽക്ക എന്ന് കൽപ്പിച്ചപ്പോൾ മരിച്ച മൃതശരീരം പട്ടണത്തിന് പുറത്തേക്ക് ശവമഞ്ചത്തിൽ കൊണ്ടുപോകുന്ന ആ മൃതശരീരം കർത്താവിൻ്റെ ശബ്ദം കേട്ട് ജീവൻ പ്രാപിച്ചു. ആ ദുഃഖതയായ സ്ത്രീ, വിധവ, ആ സ്ത്രീ വളരെയധികം സന്തോഷിപ്പാൻ, തൻ്റെ മകൻ തിരിച്ച് ലഭിച്ചപ്പോൾ, തൻ്റെ മകന് ജീവൻ കിട്ടിയപ്പോൾ, തൻ്റെ മകനെ മടക്കി കിട്ടിയപ്പോൾ എന്തെന്നില്ലാത്തൊരു ആശ്വാസവും ആനന്ദവും അനുഭവിക്കുവാൻ ആ മാതാവിന് കഴിഞ്ഞെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ദൈവമക്കളെ ആ മൃതാവസ്ഥയിലായിരിക്കുന്ന അതെ എത്രയോ അനുഭവങ്ങൾ നമുക്കുണ്ട്. ചത്തതിനൊക്കുമോ ജീവിച്ചിരിക്കലും എന്ന പോലെ നിരാശപ്പെട്ടിരിക്കുന്ന, തളർന്നിരിക്കുന്ന, തകർന്നിരിക്കുന്ന ജീവിതങ്ങളിലേക്ക് യേശു കടന്നു വരുമ്പോൾ എത്രമാത്രം വലിയ മാറ്റമാണ്. ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ചുറ്റും നമുക്ക് പറയുവാനായിട്ടുണ്ട്. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചു പോയ ഒരു കുടുംബം മരിച്ചാൽ മതിയെന്ന് തീരുമാനിച്ചു. കാരണം ജീവിതത്തിൽ മുന്നോട്ട് നയിപ്പാൻ മുമ്പിൽ ഒന്നുമില്ല. സാമ്പത്തികമായി വളരെ പരാധീനതയാണ്. വീട് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മക്കൾ കൈവിട്ടിരിക്കുകയാണ്. അതേ ആരോഗ്യവും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളതായൊരു വ്യക്തി തൻ്റെ ഭാര്യയോടൊപ്പം മരണമല്ലാതെ മറ്റൊന്ന് ഇനി എൻ്റെ മുമ്പിലില്ല എന്ന് ചിന്തിക്കുമ്പോഴാണ് ധ്യാനകേന്ദ്രത്തിലേക്ക് കടന്നു വന്നത്. ധ്യാനകേന്ദ്രത്തിൽ കടന്നു വന്ന് ധ്യാനത്തിൽ പങ്കെടുത്തപ്പോൾ നല്ലവനായ യേശുവിനെ കുറിച്ച് കേട്ടു, കരുതുന്നവനായ യേശുവിനെ കുറിച്ച് കേട്ടു, ആശ്വസിപ്പിക്കുന്ന യേശുവിനെ കുറിച്ച് കേട്ടു, രോഗസൗഖ്യം നൽകുന്ന യേശുവിനെ കുറിച്ച് കേട്ടു, കടഭാരം മാറ്റിത്തരുന്ന യേശുവിനെ കുറിച്ച് കേട്ടു. മറിയ നല്ല അംശം തിരഞ്ഞെടുത്ത് കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരുന്ന് ആ തൂമൊഴികളെ കേട്ടതുപോലെ ജീവൻ്റെ വചനം അവർ കേട്ടു. ജീവൻ്റെ വചനം അവരുടെ ഹൃദയത്തിലേക്ക് ഇറക്കിച്ചെന്നു. അത് മാംസം ധരിച്ചു. യേശു അവരുടെ ഉള്ളിൽ ജീവിക്കാൻ തുടങ്ങി. യേശുവിനെ അവരറിയാൻ തുടങ്ങി. തങ്ങളുടെ ജീവിതം യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തപ്പോൾ അവരുടെ രോഗത്തെ യേശു സൗഖ്യമാക്കി. അവരുടെ രോഗത്തിൽ നിന്ന് യേശു പൂർണ്ണമായ വിടുതൽ കൊടുത്തു. മാത്രമല്ല, അവർ യേശുവിനെ നാഥനും കർത്താവുമായി സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ആത്മഹത്യാ ചിന്ത മാറി. മരിക്കണമെന്നുള്ള ചിന്ത മാറി. ജീവിക്കണമെന്നുള്ള ചിന്ത അവരുടെ ഉള്ളിലേക്ക് കടന്നു വന്നു. ഇന്ന് അവർ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സാക്ഷിയായി ഈ ഭൂമിയുടെ പരപ്പിൽ ജീവിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, തിരഞ്ഞെടുപ്പ് യേശുവിനെ തിരഞ്ഞെടുത്താൽ, ആ പാദപീഠത്തിൽ ഇരുന്നാൽ, ആ വചനം കേട്ടാൽ അതുപോലെ ഭാഗ്യം മറ്റൊന്നില്ല. 1-ാം സങ്കീർത്തനം 1-ാം വാക്യം നമുക്ക് സുപരിചിതമാണല്ലോ. നാം അനവധി പ്രാവശ്യം വായിച്ച് ധ്യാനിച്ച വേദഭാഗമാണല്ലോ. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കാതെ, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആരാണ് ഭാഗ്യവാൻ?
അവൻ്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവനാണ് ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ആയിരിക്കും. ദൈവമക്കളെ, ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ വാടിപ്പോയിരിക്കുന്നു, നമ്മുടെ കുടുംബങ്ങൾ വാടിപ്പോയിരിക്കുന്നു, നമ്മുടെ സമൂഹങ്ങൾ വാടിപ്പോയിരിക്കുന്നു. പച്ചയില്ലാത്തൊരു അനുഭവം ഇന്ന് നമ്മുടെ സമൂഹത്തെ ബാധിച്ചിരിക്കുകയാണ്. എന്താണ് കാരണം? ദൈവവചനം ഈ സമൂഹത്തിലില്ല, ദൈവവചനത്തിനിടമില്ല. വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും ദൈവവചനത്തിനിടമില്ലാത്തത് കൊണ്ട് ഫലം കായ്ക്കാത്ത അനുഭവത്തിൽ അരുതാത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുകയാണ്. കോപത്തിൻ്റെയും ക്രോധത്തിൻ്റെയും ശാഠ്യത്തിൻ്റെയും ദ്വന്ദ്വപക്ഷത്തിൻ്റെയും അസൂയയുടെയും വെറുക്കൂത്തിൻ്റെയും എല്ലാം ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നത് വചനത്തിൻ്റെ അപര്യാപ്തതയാണ്. വചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ സ്നേഹം, സമാധാനം, സന്തോഷം, ദീർഘക്ഷമ, ദയ, പരോപകാരം, ഇന്ദ്രിയ ജയം, സൗമ്യത, വിശ്വസ്തത ആദിയായിരിക്കുന്ന നല്ല ഫലങ്ങളെ പുറപ്പെടുവിക്കുവാൻ നമുക്ക് സാധിക്കും. തിരഞ്ഞെടുപ്പിലൂടെ ദൈവമക്കളെ നമുക്ക് സാധിക്കേണ്ടതാണ് ആത്മാവിൻ്റെ നല്ല ഫലങ്ങളെ പുറപ്പെടുവിക്കാൻ. കർത്താവിൻ്റെ പാദപീഠത്തിലിരുന്ന് വചനം കേൾക്കുമ്പോൾ ആ വചനം നമ്മെ ആശ്വസിപ്പിക്കും, ആ വചനം നമ്മെ രൂപാന്തരപ്പെടുത്തും, ആ വചനങ്ങൾ നമ്മെ ഈ ഇരുളിൻ്റെ പാതയിൽ വെളിച്ചമായി നമ്മെ നടത്തും. സങ്കീർത്തനക്കാരനായ ദാവീദ് പറഞ്ഞതാണ്, കൂരിരുൾ താഴ്വരയിലൂടെ നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. ജീവിതയാത്രയിൽ നേരിട്ട ആ കൂരിരുളിൻ്റെ അനുഭവങ്ങളിലെല്ലാം ദാവീദിനെ വഴി നടത്തിയത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ്. ആ മാറ്റമില്ലാത്ത വചനം അവൻ്റെ കാലുകൾക്ക് പ്രകാശമായി കൂരിരുളിൻ്റെ മേഖലകളിൽ വഴി നടത്തിയെങ്കിൽ ഇന്ന് ഈ വചനം കേൾക്കുന്നവർ അന്ധകാരത്തിൽ അമർന്നുപോയവരോ, കൂരിരുളിൻ്റെ താഴ്വരയിൽ വലഞ്ഞിരിക്കുന്നവരോ, സങ്കട കയത്തിൽ ആയിരിക്കുന്നവരോ, വചനം നിങ്ങളെ ആശ്വസിപ്പിക്കും. വചനം നിങ്ങൾ തിരഞ്ഞെടുത്താൽ, വചനം നിങ്ങളുടെ ഉള്ളിൽ കിട്ടിയാൽ അവിടെ സന്തോഷവും സമാധാനവും ഉണ്ടാകും. അതേ മാർത്തയെ പോലെ ഇന്ന് പലവിധ കാര്യങ്ങളെ ചൊല്ലി ബന്ധപ്പെടുന്നവരായ സമൂഹമേ, നിങ്ങൾ മാർത്തയെ വിട്ട് മറിയയുടെ മനോഭാവത്തിലേക്ക് വരിക. കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുക. ആരൊക്കെ കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരുന്നിട്ടുണ്ടോ അവരൊക്കെയും അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്, അവരൊക്കെയും ധന്യരായിട്ടുണ്ട്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ നാം സക്കായിയെ കാണുകയാണ്. യേശു എങ്ങനെയുള്ളവനെന്ന് ഒന്ന് അറിയുവാൻ മാത്രം ആഗ്രഹിച്ച് കാട്ടുതീറ്റയുടെ മുകളിൽ കയറിയ ആ സക്കായി, യേശു അവനെ കണ്ടു. സക്കായിയെ, നീ വേഗം ഇറങ്ങി വരിക, ഇന്നെനിക്ക് നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടിയിരിക്കുന്നു. സന്തോഷത്തോടെ യേശു തമ്പുരാനെ തൻ്റെ ഭവനത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ടുള്ള ആ തെരഞ്ഞെടുപ്പ് സക്കായിയുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. അവനെ രൂപാന്തരപ്പെടുത്തി. അവൻ്റെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയുവാനും ഒരു പുതിയ മനുഷ്യനെ ധരിക്കുവാനും കർത്താവിൻ്റെ ആ സാന്നിധ്യം ഇട നൽകി. അവൻ പറഞ്ഞു, ഞാൻ ആരോടെങ്കിലും ചതിവായി വാങ്ങിയിട്ടുള്ളത് 1-ന് 4 വീതം തിരിച്ചു കൊടുക്കാം. ഞാൻ എൻ്റെ വസ്തുവിൻ്റെ പകുതി വിറ്റ് പങ്കുവെച്ചു കൊള്ളാം. ദൈവമക്കളെ, യേശു ഭവനത്തിൽ കടന്നു വന്നപ്പോൾ, യേശുവിനെ സക്കായി തൻ്റെ ജീവിതത്തിൽ തിരഞ്ഞെടുത്തപ്പോൾ അവൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടായി, അവന് വലിയ പരിവർത്തനമുണ്ടായി. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് യേശു കടന്നു വരട്ടെ, നിങ്ങളുടെ വീട്ടിലേക്ക് യേശു കടന്നു വരട്ടെ. ഇന്ന് രക്ഷയില്ലാത്ത വീടുകളാണ്. എല്ലാ വീട് ഭൗതികമായി എല്ലാം ഉണ്ട്, എല്ലാ നന്മയുമുണ്ട്, എല്ലാ സാമ്പത്തിക സുരക്ഷിതത്വമുണ്ട്, എല്ലാ ഭദ്രതയുമുണ്ട്. പക്ഷേ രക്ഷ കൈമോശം വന്ന വീടുകൾ. അത് നമുക്കറിയാം. സക്കായിയുടെ ഭവനത്തിൽ സമ്പത്തുണ്ടായിരുന്നു, സക്കായിയുടെ ഭവനത്തിൽ എല്ലാവിധമായ ഭൗതിക നേട്ടങ്ങളും ഉണ്ടായിരുന്നു. ഒരുപക്ഷെ സക്കായിയുടെ ഭവനം ഒരു വലിയ വീടായിരിക്കാം, 2-നില കെട്ടിടമായിരിക്കാം. അവൻ്റെ അലമാരകളിൽ സ്വർണവും വെള്ളിയും അതുപോലെ പണവുമൊക്കെ ഒരുപാടുണ്ടായിരുന്നിരിക്കാം. എന്നാൽ അവൻ്റെ വീട്ടിൽ രക്ഷയുണ്ടായിരുന്നില്ല. ദൈവമക്കളെ, പണമോ പദവിയോ സമ്പത്തോ നേട്ടങ്ങളോ ബാങ്ക് ബാലൻസോ ഫിക്സഡ് ഡിപ്പോസിറ്റുകളോ ഒന്നുമല്ല രക്ഷയ്ക്കാധാരം. രക്ഷ ലഭിക്കണമെങ്കിൽ യേശു കടന്നു വരണം.
യേശു കടന്നു വരണം, യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കണം. യേശുവിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുന്നവർക്ക് മാത്രമേ ഈ രക്ഷയുടെ സന്തോഷം അനുഭവിക്കുവാനായി കഴിയുകയുള്ളൂ. ഇന്ന് രക്ഷയുടെ സന്തോഷം അനുഭവിക്കാതെ നിരാശയിലും ദുഃഖത്തിലും കഴിയുന്ന, ഉറങ്ങാൻ കഴിയാതെ നെടുവീർപ്പിടുന്ന ഒരുപാട് ആളുകളെ നമ്മുടെ ചുറ്റുപാട് നമുക്ക് കാണാം. സങ്കീർത്തനക്കാരൻ പറയുന്നു 4-ാം സങ്കീർത്തനത്തിൽ, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. എന്താണ് കാരണം? ദാവീദൊരു നല്ല തിരഞ്ഞെടുപ്പ് നടത്തി. ജീവിതത്തിൽ ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അതിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ചു. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അതിന് പ്രാമുഖ്യം കൊടുക്കാതെ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചപ്പോൾ സങ്കീർത്തനക്കാരൻ 4-ാം സങ്കീർത്തനത്തിലൂടെ പറഞ്ഞു, ധാന്യവും വീഞ്ഞും ഒരുമിച്ച് വർദ്ധിച്ചപ്പോൾ അവയ്ക്കുണ്ടായതിലും അധികം സന്തോഷം എൻ്റെ ഹൃദയത്തിൽ നീ തന്നു. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, സമ്പത്തും സൗഭാഗ്യങ്ങളൊന്നും സമാധാനത്തോടെ കിടന്നുറങ്ങുന്നതിന് ഉപകരിക്കില്ല എന്ന് ആ വേദഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ നമുക്ക് തിരിച്ചറിവുണ്ടാകട്ടെ. സമ്പത്തിനേക്കാൾ അധികമായി, അതേ ഈ ലോകത്തിൻ്റെ നേട്ടങ്ങളെക്കാൾ അധികമായി യേശുവിനെ സ്വീകരിപ്പാനായി നമുക്ക് സാധിക്കണം. യേശുവാണ് സമാധാനമെന്ന് നാം തിരിച്ചറിയണം. ദൈവത്തിന് മഹത്വം. ഏതെല്ലാം ഭവനങ്ങളിൽ യേശു കടന്നു ചെന്നിട്ടുണ്ട് നമുക്കറിയാം. സക്കായിയുടെ ഭവനത്തിൽ കടന്നു ചെന്നപ്പോൾ അവിടെ രക്ഷയുണ്ടായി എങ്കിൽ ആ മാർത്തയുടെയും മറിയയുടെയും ഭവനത്തിൻ്റെ മറ്റൊരവസ്ഥ കൂടെ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ലാസർ മരിച്ച് അടക്കപ്പെട്ട് 4 ദിവസമായിരിക്കുന്ന ഒരു സന്ദർഭം. യേശുവിന് ഏറ്റവും പ്രിയനായ ഒരു വ്യക്തിയായിരുന്നുവല്ലോ ലാസർ. അവൻ മരിച്ചു, അടക്കപ്പെട്ട് 4-ാം നാൾ യേശു ആ കല്ലറയുടെ അടുക്കിലേക്ക് വന്നു. അവിടെ വന്ന് മാർത്തയുടെയും മറിയുടെയും സങ്കടം കണ്ടു. യേശു കല്ലറയിലേക്ക് ചെന്നു. യേശു കണ്ണുനീർ വാർത്തു. പ്രിയമുള്ളവരെ, നമ്മുടെ വേദനകളിൽ, നമ്മുടെ പ്രയാസങ്ങളിൽ, നമ്മുടെ ദുഃഖങ്ങളിൽ ആരൊക്കെ നമ്മെ കൈവിട്ടാലും, ആരെല്ലാം നമ്മെ മറന്നു കളഞ്ഞാലും, ആരെല്ലാം നമ്മൾ ഉപേക്ഷിച്ചാലും യേശു നമ്മെ മറക്കുകയില്ല. യേശുവിനെ കർത്താവും രക്ഷിതാവുമായി തിരഞ്ഞെടുത്തവർ, യേശുവിനെ നാഥനായി അംഗീകരിച്ചവർ, യേശുവിന് ഹൃദയത്തിൽ ഇടം കൊടുത്തവരോട് ഓർമ്മപ്പെടുത്തട്ടെ, നിങ്ങളെ ഒരു നാളും അവൻ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. യേശുവിന് ഏറ്റവും പ്രിയങ്കരനായ ലാസറിൻ്റെ കല്ലറയിൽ വന്ന് യേശു കണ്ണുനീർ വാർത്തു എന്ന് വിശുദ്ധ യോഹന്നാൻ സുവിശേഷം നാം 11-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം ആ ചീഞ്ഞ് അഴുകിയ ലാസറിനെ കർത്താവിൻ്റെ ശബ്ദം പുറത്തു കൊണ്ടുവന്ന് അവനെ അവർക്ക് സമ്മാനിച്ചെങ്കിൽ, അവൻ്റെ കെട്ടഴിച്ച് സ്വതന്ത്രനാക്കി മാർത്തയ്ക്കും മറിയയ്ക്കും തൻ്റെ സഹോദരനെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് മാർത്തയുടെയും മറിയയുടെയും ദുഃഖമകറ്റിയെങ്കിൽ, ഇന്ന് ഈ വചനം കേൾക്കുന്നവർ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാം വിധത്തിലുള്ള ദുഃഖങ്ങൾക്ക് നിങ്ങൾ അടിമകളായിരിക്കുന്നുവോ, ദുഃഖങ്ങൾക്ക് നിങ്ങൾ വിധേയപ്പെട്ടിരിക്കുന്നുവോ, അത് സാമ്പത്തിക ക്ലേശങ്ങളാവട്ടെ, കടഭാരങ്ങളാകട്ടെ, വേർപാടിൻ്റെ ദുഃഖമാകട്ടെ, നിരന്തരമുള്ള പരാജയമാകട്ടെ, ഇൻ്റർവ്യൂ തോറ്റതാകട്ടെ, പരീക്ഷയിൽ പരാജയപ്പെട്ടതാകട്ടെ, വിദേശത്ത് പോകാൻ കഴിയാത്തതാകട്ടെ, എന്തെല്ലാം കാര്യങ്ങളാൽ നിങ്ങൾ ഇന്ന് കരഞ്ഞ് കലകിയിരിക്കുന്നുവോ, നിങ്ങളെ കണ്ണുനീരൊപ്പുന്ന യേശു ഇപ്പോൾ നിങ്ങളുടെ അടുക്കലുണ്ട്, ഇപ്പോൾ നിങ്ങളുടെ സമീപയുണ്ട്. നിങ്ങൾ വിശ്വസിച്ചാട്ടെ. അവൻ കണ്ണുനീർ ഒപ്പുന്ന ദൈവമാ, അവർ കണ്ണുനീരിനെ മാറ്റുന്ന ദൈവമാ, അവൻ അനുഗ്രഹിക്കുന്ന ദൈവമാ, അവൻ സന്തോഷം നൽകുന്ന ദൈവമാ. മാർത്തയുടെയും മറിയയുടെയും കണ്ണീരൊപ്പി അവരുടെ ദുഃഖം മാറ്റി അവരുടെ സഹോദരനെ ഉയർപ്പിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് മാർത്തയുടെയും മറിയയുടെയും കണ്ണീരൊപ്പിയൻ ഇന്നും ജീവിക്കുന്ന ദൈവമാ. ആ ദൈവത്തെയാണ് നിങ്ങളിപ്പോൾ കേൾക്കുന്നത്. ആ ദൈവത്തോടാണ്, ആ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ് നിങ്ങളിപ്പോൾ കേൾക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ ദുഃഖങ്ങളെയും മാറ്റുവാൻ യേശുവിന് കഴിയും. യോശുവയുടെ തിരഞ്ഞെടുപ്പ് അത് ഏറ്റവും അനുഗ്രഹമായിരുന്നെങ്കിൽ മാർത്തയുടെ മുമ്പിൽ മറിയ നല്ല അംശം തിരഞ്ഞെടുത്തത് കർത്താവ് ശ്ലാഘിച്ചെങ്കിൽ, വീണ്ടും വിശുദ്ധ വേദപുസ്തകം നാം പരിശോധിക്കുമ്പോൾ വിശുദ്ധ സങ്കീർത്തന പുസ്തകം 27-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ദാവീദിൻ്റെ ഒരു തിരഞ്ഞെടുപ്പ് നാം കാണുകയാണ്. പ്രത്യേകിച്ച് 4-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിനും തന്നെ.
ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിൽ നമുക്കറിയാം, ഒത്തിരി പ്രതികൂലങ്ങളിലൂടെ വളർന്നു വന്ന് ഒത്തിരി ഉയർന്ന സ്ഥാനത്ത് എത്തപ്പെട്ട ഒരാട്ടിടയനായി ജീവിച്ച് ഇന്ന് ഇസ്രായേലിൻ്റെ മധുരഗായകനും ഇസ്രായേലിൻ്റെ രാജാവുമായി തീർന്നിരിക്കുന്ന വ്യക്തിത്വമാണ് ദാവീദ്. ആ ദാവീദിൻ്റെ ജീവിതത്തിൽ ചെങ്കോലും കിരീടവും എല്ലാവിധമായ രാജകീയ ഉയർച്ചകളും രാജാവെന്ന പദവിയും ഒക്കെ ലഭിച്ചെങ്കിലും അതെല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു സാഹചര്യത്തിൽ തനിക്ക് നഷ്ടപ്പെട്ടു പോയ സിംഹാസനമോ നഷ്ടപ്പെട്ടു പോയ കിരീടമോ നഷ്ടപ്പെട്ടു പോയ ആ രാജകീയ പദവികളൊന്നുമല്ല ദാവീദ് ആഗ്രഹിക്കുന്നത്. ഒരു കാര്യം മാത്രം അവൻ തിരഞ്ഞെടുക്കുകയാണ്, എൻ്റെ ദൈവമേ, എനിക്ക് നിൻ്റെ മനോഹരത്വം കാണണം, എനിക്ക് നിൻ്റെ മനോഹരത്വം കാണണം, നിൻ്റെ മന്ദിരത്തിൽ എനിക്ക് ധ്യാനിക്കണം, എൻ്റെ ആയുഷ്കാലമൊക്കെയും നിൻ്റെ ആലയത്തിൽ പാർക്കണം. എത്ര ശ്രേഷ്ഠമായ ഒരു തിരഞ്ഞെടുപ്പാണ്. ഇന്ന് നമുക്ക് ലോകത്ത് കണ്ണോടിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ തിരഞ്ഞെടുക്കുന്നത് ലോകത്ത് ഏറ്റവും നല്ല രാജ്യം, ഏറ്റവും നല്ല ഇടം, ഏറ്റവും നല്ല ജോലി കിട്ടുന്ന സ്ഥലം, ഏറ്റവും ഉയർന്ന ശമ്പളം, ഏറ്റവും ഉയർന്ന ജീവിത നിലവാരം, ഇതൊക്കെ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, തിരഞ്ഞെടുക്കുന്ന ആളുകൾ തെറ്റെന്നല്ല. എന്നാൽ അതിനേക്കാൾ ഉപരിയായി ദാവീദിനെ പോലെ നമുക്ക് പറയാൻ സാധിക്കും, ദൈവമേ, എനിക്കൊരാഗ്രഹമേ ഉള്ളൂ, ഒരാഗ്രഹമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ, നിൻ്റെ മനോഹരത്വമൊന്ന് കാണണം. ദൈവമക്കളെ, കാൽവരി ക്രൂശിൽ 3 ആണികളിൽ ആകാശഭൂമിക്ക് മധ്യേ അതേ ഉയർത്തപ്പെട്ടവനായ ആ യേശുവിൻ്റെ മനോഹരത്വം കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വികൃതമാക്കപ്പെട്ട ഒരു രൂപം, വിരൂപമാക്കപ്പെട്ട ഒരു ശരീരം, അതേ ഉഴുവുചാലു പോലെ കീറപ്പെട്ടതായിരിക്കുന്ന അതേ ശരീരത്തിൽ നിന്ന് മാംസങ്ങൾ പറഞ്ഞുപോയ അവസ്ഥയിൽ അത് ഉഴുവുചാലു പോലെ കീറിയിരിക്കുന്നതായ ശരീരം, തലയിൽ മുൾക്കിരീടം ചൂടപ്പെട്ടിരിക്കുന്നു, മുഖത്ത് തുപ്പലേറ്റിരിക്കുന്നു, താടിരോമങ്ങൾ പിഴുതു പറിച്ചിരിക്കുന്നു, കൈകളും കാലുകളും ഇതാ കാരിരും പാണിയാൽ തറയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരു രൂപം കണ്ടാൽ ഒരാളല്ല എന്ന് തോന്നുമാറ് വിരൂപമാക്കപ്പെട്ടവൻ എന്തിനു വേണ്ടിയാണ്? നമ്മെ അവൻ്റെ സന്നിധിയിൽ അതേ വിശുദ്ധിയോടെ നിർത്തുവാൻ, തേജസ്സോടെ നിർത്തുവാൻ, നമ്മെ അവൻ്റെ സന്നിധിയിൽ മനോഹരമുള്ള ഒരു രൂപത്തോടെ നിർത്തുവാൻ അവൻ വിരൂപമാക്കപ്പെട്ടു. ദൈവമക്കളെ, ആ മനോഹരത്വമൊന്ന് നോക്കിയാട്ടെ, ആ യേശുവിൻ്റെ തേജസ്സേറിയ മുഖത്തേക്കൊന്ന് നോക്കിയാട്ടെ. അവൻ നമുക്ക് വേണ്ടി വിരൂപമാക്കപ്പെട്ടു. ദാവീദ് പറഞ്ഞു, എനിക്ക് ആ മുഖം കാണണം. ഈ ദിനം വിനയത്തോട് ചോദിക്കട്ടെ, യേശുവിൻ്റെ ഈ മുഖം എത്ര പേർ കണ്ടിട്ടുണ്ട്? എത്ര പേർ ഈ മുഖം കണ്ടിട്ടുണ്ട്? ഈ മുഖം അന്വേഷിച്ചിട്ടുണ്ട്? ദൈവമക്കളെ, ആ മുഖം കണ്ടാൽ പിന്നെ നമുക്ക് അവനെ വിട്ടുപോകാൻ തോന്നുകയില്ല. നമുക്ക് വേണ്ടി അവസാനത്തുള്ള രക്തവും ആ മരക്കുരിശിൽ തൂക്കപ്പെട്ട മശിക ഊറ്റിത്തന്നെങ്കിൽ, കർത്താവേ, നിൻ്റെ തേജസ്സേറിയ മുഖം കാണാൻ, നിൻ്റെ തേജസ്സേറിയ മുഖം കാണാൻ, നിൻ്റെ മനോഹരത്വം കാണാൻ, നിൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാൻ. ദൈവമക്കൾ, എന്ത് ഭാഗ്യമാ! ദൈവത്തിൻ്റെ മന്ദിരത്തിൽ, ദൈവത്തിൻ്റെ സന്നിധിയിൽ, ദൈവത്തിൻ്റെ പാദമെടുത്തിരുന്ന് ധ്യാനിക്കുന്നത് പോലെ ജീവിതത്തിൽ മറ്റൊരു ഭാഗ്യമില്ല കേട്ടോ. അതാണ് ഭാഗ്യം. ദൈവത്തിന് ആപ്പകൾ ധ്യാനിക്കുന്നത് പോലെ ഭാഗ്യം മറ്റൊന്നില്ല. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അവൻ്റെ ആലയത്തിൽ, ദൈവമക്കളെ, നമ്മുടെ തുടക്കവും ഒടുക്കവും ദൈവത്തിൻ്റെ ആലയത്തിലാണ്. ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്ന് മാറിപ്പോകരുത്, ദൈവത്തിന് സന്ധി മാറിപ്പോകരുത്. പ്രലോഭനങ്ങളിൽപ്പെട്ട്, ലോക ഇമ്പങ്ങളിൽപ്പെട്ട്, ഭൗതിക സുഖങ്ങളിൽപ്പെട്ട്, സമ്പത്തിൽ ആശ്രയിച്ച് ഈ ലോകത്തിൻ്റെ നേട്ടങ്ങളെ പ്രതി ദൈവത്തിൻ്റെ മന്ദിരം വിട്ട്, ദൈവത്തിൻ്റെ ആലയം വിട്ട്, ദൈവത്തിൻ്റെ സാന്നിധ്യം വിട്ട് നാം മാറിപ്പോകരുത്. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. നാം യോശുവയുടെ തിരഞ്ഞെടുപ്പ് കണ്ടു, നാം മറിയമിൻ്റെ തിരഞ്ഞെടുപ്പ് കണ്ടു, നാം ദാവീദിൻ്റെ തിരഞ്ഞെടുപ്പ് കണ്ടു. ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടപ്പോഴും ദൈവത്തിൻ്റെ മുഖം കാണുവാൻ ആഗ്രഹിച്ച ദാവീദിനെയാണ് നമുക്ക് മാതൃകയായിട്ടുള്ളത്. ദൈവമക്കളെ, എന്തെല്ലാം നഷ്ടപ്പെട്ടാലും, നമ്മുടെ സമ്പത്തോ, നമ്മുടെ ഭൗതിക നേട്ടങ്ങളോ, നമ്മുടെ ആരോഗ്യമോ, നമ്മുടെ സൗന്ദര്യമോ ഒക്കെ നഷ്ടപ്പെട്ടേക്കാം. എന്നാൽ ദൈവത്തിൻ്റെ മുഖത്ത് നിന്ന് നാം കണ്ണുമാറ്റരുത്. വീണ്ടും നാം പരിശോധിക്കുമ്പോൾ നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ മുഖ്യ ലക്ഷ്യം എന്തായിരിക്കണം? പരിശുദ്ധനായ പൗലോസ്ലീഹയെ നാം കാണുകയാണ്. ആരാണ് പൗലോസ്ലീഹ? ഡെമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് ആ കർത്താവിനെ കണ്ട് തൻ്റെ പേര് മാറി, ശൗൽ എന്ന പേര് പൗലോസായി മാറിയ കർത്താവിൻ്റെ വിലയേറിയ ദാസൻ തൻ്റെ ജീവിതത്തിൽ അഭിമാനിക്കുവാനായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം 21-ാം വാക്യത്തിൽ
അതെ, പരിശുദ്ധനായ പൗലോസ് പറയുകയാണ്, അവർ എബ്രായരോ ഞാനും അതെ, അവർ ഇസ്രായേലിനോ ഞാനും അതെ, അവർ അബ്രഹാമിൻ്റെ സന്തതിയോ ഞാനും അതെ, ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകരോ ഞാനും അധികം. ദൈവമക്കളെ, മറ്റാരേക്കാളും അഭിമാനിക്കുവാനും ഏറെ പ്രാഗൽഭ്യമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു പൗലോസ്ലീഹായുടേത്. എബ്രായിൽ നിന്നുള്ള എബ്രായനാണ്, ഗമാലിയലിൻ്റെ ശിക്ഷണത്തിൽ പഠിച്ചവനാണ്, തർസോസ് സർവകലാശാലയിൽ നിന്ന് ഡിഗ്രി സമ്പാദിച്ചവനാണ്, സമ്പന്ന കുടുംബത്തിലെ അംഗമാണ്, റോമൻ പൗരത്വമുള്ളവനാണ്. അങ്ങനെ ഭൗതികമായി ചിന്തിക്കുമ്പോൾ ഒരുപാട് ശ്രേഷ്ഠതകൾ പറയുവാനുള്ള പൗലോസ്ലീഹ. ദൈവമക്കളെ, പൗലോസ്ലീഹായുടെ ആ തെരഞ്ഞെടുപ്പ് നമ്മുടെ ജീവിതത്തിലും നമുക്ക് മാതൃകയാക്കാം. പൗലോസ്ലീഹ തനിക്ക് അഭിമാനിക്കാവുന്ന സകലത്തെയും പിമ്പിലേക്ക് വലിച്ചെറിഞ്ഞ് യേശുവിനെ നാഥനും കർത്താവുമായി സ്വീകരിച്ച് കർത്താവിൻ്റെ വേല ഏഷ്യ മൈനർ മുഴുവൻ ചെയ്ത് ശ്രീഹന്മാർ തലവനായ വിശുദ്ധ പത്രോസിനോട് ഒപ്പം ചേർന്നെങ്കിൽ നമ്മുടെയും ജീവിതത്തിൽ ആ നല്ല തിരഞ്ഞെടുപ്പിനായി നമുക്ക് തയ്യാറാകാം. വീണ്ടും നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പ് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാക്കുക എന്നതായിരിക്കണം. ധനവാനായൊരു മനുഷ്യൻ അവനേറെ സമ്പത്തുള്ളവനാകിയാൽ നിത്യജീവനെക്കുറിച്ചുള്ള ചോദ്യത്തിൻ്റെ മുമ്പിൽ അവൻ ദുഃഖിച്ച് പോയി കളഞ്ഞു. അത് സ്വർഗരാജ്യത്തെ പ്രതി തൻ്റെ സമ്പത്തിനെ അത് കൂടുതൽ പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് നിരാശയോടെ പോയ ആ ധനവാനായ മനുഷ്യനെ പോലെ ആകാതെ നമ്മുടെ സമ്പത്തിനേക്കാൾ, നമ്മുടെ ഉയർച്ചയേക്കാൾ ദൈവരാജ്യത്തിന് പ്രാമുഖ്യം കൊടുക്കുവാൻ, ദൈവരാജ്യത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ, ദൈവരാജ്യത്തിൽ വാസമുണ്ടാകുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. ധനവാനായ മനുഷ്യൻ ദുഃഖിച്ച് പൊക്കിളഞ്ഞതുപോലെ നമുക്ക് പോകുവാൻ ഇടയാകരുത്. നമ്മുടെ സമ്പത്തിനേക്കാൾ, നമ്മുടെ ആരോഗ്യത്തേക്കാൾ, നമ്മുടെ പദവിയേക്കാൾ, നമ്മുടെ ജോലിയേക്കാൾ, നമ്മുടെ മക്കളേക്കാൾ, നമുക്കുള്ള സകലത്തേക്കാളും അധികമായി ദൈവരാജ്യത്തെ തിരഞ്ഞെടുക്കുവാൻ, നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ. ഈ ലോകം താൽക്കാലികമാണ്. ഇവിടെ ഉറപ്പുള്ള നഗരം നമുക്കില്ല, ഇവിടെ സ്ഥിരമായ വാസം നമുക്കില്ല. കർത്താവ് ഒരുക്കുന്നതായ ആ നിത്യഭവനത്തെ തിരഞ്ഞെടുക്കുവാൻ നമ്മുടെ സമ്പത്തോ, നമ്മുടെ ആരോഗ്യമോ, നമ്മുടെ പദവിയോ, നമ്മുടെ ജോലിയോ തടസ്സമാകരുത്. ആ നിത്യരാജ്യത്തിലേക്കുള്ള പ്രയാണത്തിന് ഈ ലോകത്ത് ഒന്നിനെയും നാം ആശ്രയിച്ച് നഷ്ടപ്പെടുത്തരുത്. നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം കർത്താവ് ഒരുക്കുന്ന നിത്യഭവനമാണ്. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം നാം പഠിക്കുമ്പോൾ കർത്താവ് നമുക്ക് ഭവനമൊരുക്കുവാനായി പോവുകയാണ്. അവൻ ഭവനമൊരുക്കിയാൽ നമ്മെ ചേർക്കേണ്ടതിന് പിന്നെയും വരും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ ഒരു നല്ല തിരഞ്ഞെടുപ്പിന് നമുക്ക് തയ്യാറാകാം. ഒരു നിമിഷം നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികമായി ക്രിസ്തുയേശുവിൽ കൂടെ സ്നേഹിക്കുന്ന ഞങ്ങളെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, മനോഹരമായിരിക്കുന്ന ഒരു നല്ല ദിവസം ഞങ്ങൾക്ക് നീ ദാനമായി തന്നല്ലോ. ഈ തിരുവചനത്തിൻ്റെ കീഴിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഇന്ന് ഒരു നല്ല തിരഞ്ഞെടുപ്പിന് ഞങ്ങളെ നീ അർഹരാക്കണമേ. ആ യോശുവ തിരഞ്ഞെടുത്തതുപോലെ പ്രതിസന്ധിയിൽ, പ്രതികൂലത്തിൽ അതേ സത്യദൈവത്തെ തിരഞ്ഞെടുക്കുവാൻ, സത്യദൈവത്തെ ആരാധിക്കുവാൻ, സത്യദൈവത്തെ പിൻപറ്റുവാൻ യോശുവയെ പോലെ ഞങ്ങൾക്കും ഭാഗ്യം നൽകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. നാഥ, അതേ ആ കർത്താവിൻ്റെ പാദപീഠത്തിലിരുന്ന് നല്ല അംശം തിരഞ്ഞെടുത്ത ആ മറിയെ പോലെ ഇന്ന് ലോകത്ത് പലവിധമായ കാര്യങ്ങളെക്കുറിച്ച് ബന്ധപ്പെട്ടോടുന്ന ഒരു സമൂഹത്തിൻ്റെ നടുവിൽ കർത്താവേ, ആ മറിയെ പോലെ അങ്ങയുടെ പാദപീഠത്തിലിരുന്ന് തിരുവചനം കേൾക്കുന്ന ശ്രദ്ധമായ തിരഞ്ഞെടുപ്പിനായി ഞങ്ങൾ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, ദാവീദ് തിരഞ്ഞെടുത്തതുപോലെ എൻ്റെ ജീവിതത്തിലെ ഏക ആഗ്രഹം എൻ്റെ ദൈവത്തെ കാണണം, എൻ്റെ ദൈവത്തിൻ്റെ മന്ദിരത്തിൽ ധ്യാനിക്കണം, എൻ്റെ ദൈവത്തിൻ്റെ ആ ആലയത്തിൽ എനിക്ക് ദീർഘകാലം വസിക്കണം. എൻ്റെ കൊതി അതായിരിക്കട്ടെ, എൻ്റെ താല്പര്യം അതായിരിക്കട്ടെ. വീണ്ടും കർത്താവേ, സകലതും അഭിമാനിക്കാവുന്ന പൗലോസ് തനിക്കുള്ള നന്മകളെല്ലാം, മേന്മകളെല്ലാം, ശ്രേഷ്ഠതകളെല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ തിരഞ്ഞെടുത്തതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്കുള്ള സകലത്തെയും വിട്ട് നിന്നെ അനുഗമിക്കാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഒപ്പം നാഥ, സമ്പത്തിൽ ആശ്രയിച്ച് ദുഃഖിച്ച് മടങ്ങിപ്പോകുവാൻ അല്ല, ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ വരുവിൻ, ലോകസ്ഥാപനങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്കായി ഒരുക്കിയ രാജ്യം അവകാശമാക്കുവിൻ എന്നുള്ള ആ ശ്രേഷ്ഠമായ ശബ്ദം കേട്ട് നിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ,
നിൻ്റെ സന്നിധിയിലായിരിക്കാൻ ഞങ്ങളെല്ലാവരെയും ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ വചനം കേൾക്കുന്ന മക്കളെല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. രോഗികൾ കേൾക്കുന്നുണ്ട്, പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്, സാമ്പത്തികമായി ക്ലേശിക്കുന്നവരുണ്ട്, കടഭാരമുള്ളവരുണ്ട്, ബിസിനസ് തകർന്നു പോയവരുണ്ട്, നിരാശയിലായിപ്പോയവരുണ്ട്, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചു പോയവരും ചിന്തിക്കുന്നവരും ഈ വചനം കേൾക്കുന്നുണ്ട് കർത്താവേ. നീ അവർക്കൊക്കെയും ഒരു നല്ല തിരഞ്ഞെടുപ്പിനുള്ള അവസരമായി ഈ വചന കേൾവിയെ മാറ്റണമേ. യോശുവ തിരഞ്ഞെടുത്തതുപോലെ, മറിയ തിരഞ്ഞെടുത്തതുപോലെ, ദാവീദ് തിരഞ്ഞെടുത്തതുപോലെ, പരിശുദ്ധനായ പൗലോസ്ലീഹ തിരഞ്ഞെടുത്തതുപോലെ കർത്താവേ, ഇന്ന് ഈ മക്കളും നല്ല തിരഞ്ഞെടുപ്പിനായി ഇവരെ ഒരുക്കണമേ. ഈ വചനം കേട്ട ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെട്ടു പോകരുതേ. ഈ വചനം അവരുടെ ഹൃദയത്തിൽ കർത്താവെ ഇറങ്ങിച്ചെന്ന് വേരൂന്നി വളരണമേ. നല്ല നിലത്ത് വീണ വിത്ത് പോലെ ഇത് വളർന്ന് 30, 60, 100 മേനി ഫലം കായ്ക്കണമേ. നിരാശിതരായ മനുഷ്യർ, ദുഃഖിതരായ മനുഷ്യർ, ആകുലപ്പെടുന്ന പ്രിയപ്പെട്ടവരെ ഇന്ന് രൂപാന്തരപ്പെടുത്തണമേ. ഈ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനയെ ആദരം കേട്ടനായ സ്തോത്രം. സെൻറ് ജോൺസ് മിഷനായി പ്രാർത്ഥിക്കുന്നു. സെൻറ് ജോൺസ് മിഷൻ്റെ ഈ ഓൺലൈൻ ശുശ്രൂഷ കർത്താവെ, അനേകർക്ക് യേശുവിനെ അറിയുവാൻ, യേശുവിനെ നാഥനും കർത്താവുമായി സ്വീകരിക്കുവാൻ, യേശുവിനോട് ചേർന്ന് വിജയകരമായ സന്തോഷപ്രദമായ ഒരു ജീവിതം നയിപ്പാൻ ഇടയാക്കണമേ. പ്രാർത്ഥനയെ ആദരം കേട്ടനായ സ്തോത്രം. യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കോതമംഗലം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സെൻറ് ജോൺസ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിലുള്ള സെൻറ് ജോൺസ് ഓൺലൈൻ പ്രോഗ്രാമാണ് യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ കേട്ടത്. സെൻറ് ജോൺസ് ധ്യാനകേന്ദ്രം അനവധിയായ ശുശ്രൂഷകൾ പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയിൽ ചെയ്തെടുക്കുന്നു. 77 കുഞ്ഞുങ്ങൾ ഉൾപ്പെടുന്ന ഒരു അനാഥശാല സെൻറ് ജോൺസ് മിഷൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നു. അവരെ സംരക്ഷിക്കുന്നു. അതുപോലെ സെൻറ് ജോൺസ് മിഷൻ്റെ പ്രവർത്തനമായി ഭവനങ്ങൾ പണിതു കൊടുക്കുന്നു. നിർധനരായ യുവതികളെ വിവാഹം ചെയ്തഴിക്കുന്ന ശുശ്രൂഷയിൽ കൈത്താങ്ങൾ കൊടുക്കുന്നു. അതുപോലെ വിശക്കുന്നവർക്ക് 24 മണിക്കൂറും ഭക്ഷണം കൊടുക്കാനുള്ള സംവിധാനങ്ങൾ തുടങ്ങി അനവധിയായിരിക്കുന്ന ശുശ്രൂഷകൾ ചെയ്യുന്നു. ഭവന സന്ദർശനം, ആശുപത്രി സന്ദർശനം, അതുപോലെ തന്നെ പഠിക്കാൻ കഴിവുള്ള കുഞ്ഞുങ്ങളെ സ്പോൺസർ ചെയ്ത് പഠിപ്പിക്കുക തുടങ്ങി വിവിധങ്ങളായ ശുശ്രൂഷകൾ ചെയ്യുന്നു സെൻറ് ജോൺസ് മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ്. നിങ്ങൾക്കെല്ലാവർക്കും സെൻറ് ജോൺസ് മിഷനിൽ പങ്കാളികളാകാം. ഇവിടെ താമസിച്ചുള്ള ധ്യാനമുണ്ട്, അതിൽ കടന്നു വന്ന് അനുഗ്രഹം പ്രാപിക്കാം. എല്ലാ 3-ാം ഞായറാഴ്ചയും ആരംഭിച്ച് ആ വ്യാഴാഴ്ച അവസാനിക്കുന്നതായ ആന്തരിക വിശുദ്ധീകരണ ധ്യാനത്തിൽ പങ്കാളികളാകാം. ദൈവം നമ്മെ ഏവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ സമയം വരെ കേട്ട വചനങ്ങളുടെ വലിയ അനന്തയോഗ്യതയോട് ചേർത്ത് നമുക്ക് ഈ സമയത്ത് പ്രത്യേകമായിട്ട് പുരോഗതിയിൽ നിന്ന് ആശീർവാദം സ്വീകരിക്കാനായിട്ട് നമുക്കൊരുങ്ങാം. ബാർക്കുമോർ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും പരിശുദ്ധ ദൈവമാതാവിൻ്റെയും മോർ യൂഹാനോ മബ്ദാനായുടെയും മോർ ഗിവറി സഹദാട് മോർ തോമാസ് ശ്രീഹായുടെയും പ്രത്യേകാൽ മോർ ബെസേലിയോസ് എൽദോ ബാബായുടെയും സകല പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും മധ്യസ്ഥയും കാവലും നാം എല്ലാവരോടുകൂടെയും ഈ വചനം കേട്ട എല്ലാ മക്കളോടുകൂടെയും ഇന്നും എന്നും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ.